പേര് ആഗ്നസ്. ഞാൻ എൻ്റെ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് ഈ CS-നെ പറ്റി നമ്മുടെ കുറുക്കുമായ എക്സിനെ പറ്റി പറയാൻ ഇടയായത്. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരി ക്യാൻസർ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ക്യാൻസർ രോഗിയാണ്. പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തു. RCCയിൽ പോയി, പിന്നെ അവിടെ റേഡിയേഷൻ, കീമോ, അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ചെയ്തു. അങ്ങനെ ആൾ ഡോക്ടർമാരൊക്കെ പോയി കാണുമ്പോൾ ഡോക്ടർമാർ അതിശയിക്കും, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ രോഗി അസുഖങ്ങൾ മാറും, വീണ്ടും ജോലി ചെയ്യും. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി 1 വളരെ അവശയായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഞാൻ കാണാനിടയായി. എന്നെ വിളിക്കും, വർഷങ്ങളായിട്ടുള്ള പരിചയമില്ല. അപ്പം ആളുടെ അവസാന കാലമാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ അവിടെ ചെന്നു, കണ്ടു. ആദ്യം ഞാൻ കണ്ടു, കുറച്ച് സമയം അവിടെ നിന്ന് പോന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എൻ്റെ കയ്യിൽ ഈ കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഞാനിതൊന്ന് ആ വ്യക്തിക്ക് കൊടുക്കട്ടെ. കുറച്ച് പിറ്റത്തെ ദിവസം ഞാൻ കുറച്ച് ബോട്ടിലിൽ എടുത്തിട്ട് ഞാൻ പോയി ആ വ്യക്തിയോട് പറഞ്ഞു. ഞാനിത് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് നാവ് മുഴുവൻ പഴുത്ത്, ഇങ്ങനെ എന്താ പറയുക, ചലം വന്നിട്ട് ഭയങ്കര വേദന, വെള്ളം ഇറക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റില്ല. ഭക്ഷണങ്ങൾ കഴിക്കാതെ തന്നെ ആൾ ക്ഷീണിച്ചു. അങ്ങനെ ഈ പാലിയേറ്റീവ് ഉണ്ടല്ലോ, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അവിടെ നിന്ന് സിസ്റ്റർമാർ വന്നിട്ടാണ് ഈ നാവും ഇതൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ അപ്പം അങ്ങനെയുള്ള അവസരത്തെ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവരുടെ മക്കൾ അത് കൊടുത്തു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഈ വ്യക്തിയാണ് എനിക്ക് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മിണ്ടാൻ വരാൻ പറ്റാത്തൊരവസ്ഥയിൽ നന്നായി മനസ്സിലാവുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ തുടർന്നു കൊടുത്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. അപ്പോൾ അവർ തന്നെ സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് വളരെ അതിശയമായി. കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, അവരുടെ ബന്ധുക്കളും ഒരുപാട് ആൾക്കാർ ഇവരെ കാണാൻ വരികയാണ്, ഈ രോഗശൈലിയിൽ കാണാൻ വരിക. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഇയാൾ നടക്കണം, ഇപ്പം മുറ്റം വരെ നടക്കും, അതുപോലെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ